എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാൻ ബിജീഷ് പൊന്നാനി. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, അനക്കെങ്ങനെ ഈ ഇവർക്ക് തീറ്റ മേടിച്ചു കൊടുത്തിട്ട് മുതലാവണം? ഒന്നാമത് ഈ വില കൂടിയ സമയത്ത് ഇത്രയും ഇവറ്റിനൊക്കെ വളർത്തുമ്പോൾ തീറ്റ മാത്രം കൊടുത്തിട്ട് എങ്ങനെ മുതലാവണം എന്ന് ചോദിക്കാറുണ്ട്. എനിക്ക് ആ ചോദിക്കുന്നവരോട് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ, ഞാൻ തീറ്റ പൈസ കൊടുത്തിട്ട് മാത്രമല്ല അവർക്ക് വാങ്ങിക്കൊടുക്കുന്നത്. ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ വീടുകളിൽ ഞാൻ പാത്രം കൊണ്ടുവച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അവർ തലേദിവസത്തെ ബാക്കിയുള്ള ചോറും മീൻ നന്നാക്കിയതിൻ്റെ വേസ്റ്റൊക്കെ അവർ ആ പാത്രത്തിലിട്ട് വയ്ക്കും. അവർക്കാണെങ്കിൽ അത് സൗകര്യമാവും ചെയ്ത്. പിന്നെ ഹോട്ടലുകളിലും വെച്ച് കൊടുക്കും പാത്രം. അപ്പോൾ അവർക്കാണെങ്കിൽ വേസ്റ്റൊക്കെ കൊണ്ട് കളയാൻ വേണ്ടിയിട്ട് അതിന് മെനക്കെടും വേണ്ട. ചോറ് മാത്രം കോഴികൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് എന്താ മുട്ട കുറയും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താണ് ഇത് കുറച്ച് ചോളത്തവിട് മേടിക്കും. ചോളത്തവിട് മേടിച്ച് നല്ല മിക്സ് ചെയ്യും. ഞാൻ ചോളത്തവിട് മാത്രമല്ല കേട്ടോ ചേർക്കുന്നതിൽ, കുറച്ച് മുട്ടത്തീറ്റയും കൂടി അതിലെടുത്തിട്ട് നല്ല ചേർക്കാറുണ്ട്. ഇത്ര ചോളത്തവിട് എടുത്തോ അത്രയും മുട്ടത്തീറ്റ എടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് പൈസയ്ക്ക് ചിലവൊന്നും വരാറില്ല ഇവരുടെ തീറ്റയ്ക്ക്. പിന്നെ എന്താണ്, നിങ്ങൾക്കിതൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ്. പലരും പറയാറുണ്ട് ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മുട്ടറിൽ, പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നതോടായിരിക്കും ചിലപ്പോൾ അവരുടെ അങ്ങനെ സംഭവിക്കാണ്ടിരിക്കുന്നത്. മുട്ടൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. എനിക്കൊരു 10-25-20 മുട്ട ദിവസം കിട്ടുന്നുണ്ട്. താറാവിൽ നിന്നും കോഴിയിൽ നിന്നൊക്കെ ആയിട്ട് അത് 250-300 രൂപ എനിക്ക് ദിവസം അതിൽ വരുമാനം, ചെറിയൊരു വരുമാനം എനിക്ക് അതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി എന്താണ്, ഇപ്പോൾ തീറ്റൊക്കെ റെഡിയായി, തീറ്റൊക്കെ വെച്ച് താറാവുകളെ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കൂടിയിട്ട്, ഇപ്പോൾ പാടത്താണുള്ളത് അവർ, ഇങ്ങനെ തൊട്ടടുത്ത് തന്നെയാണ് പാടം, മതിലിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ്, എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് പാടം. മതിലിൻ്റെ അപ്പുറത്ത് നിന്നിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവരെല്ലാവരും കൂടിയിട്ട് വരിയായിട്ട് വീട്ടിലേക്ക് കയറി വരും. അവർ കയറി വരും. അവരെ ആട്ടിക്കൊണ്ടൊന്നും വേണ്ട. ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ സമയമായി കഴിഞ്ഞാൽ ഒരു 4-4:30 സമയമായി കഴിഞ്ഞാൽ അവരെല്ലാവരും കൂടിയിട്ട് വീട്ടിലേക്ക് കയറി വരും. ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് വരുന്നടാ വരിയായിട്ട് എല്ലാവരും കൂടി നല്ല രസമാണ് അവർ വരുന്നത് കാണാൻ തന്നെ. എല്ലാവരും കൂടി വന്ന് ആ തീറ്റ കൊടുക്കുന്ന സ്ഥലം എവിടെയാണോ അവിടെ നിൽക്കും എല്ലാവരും കൂടിയിട്ട്. കോഴികളെ കാണാം പിന്നാലെ വരുന്നത്. അവർക്കറിയാം ആ സമയത്ത് ആ തീറ്റ റെഡി ആയിരിക്കുമെന്ന്. അപ്പോൾ അവരെല്ലാവരും കൂടി വരിയായി വന്ന് ആ തീറ്റയുടെ അടുത്ത്, പാത്രത്തിൻ്റെ അടുത്ത് പോയി നിൽക്കും. അപ്പോൾ തീറ്റ കൊണ്ടുവച്ച് കൊടുത്തിട്ട് അവർക്കൊക്കെ രണ്ടു കൂട്ടർക്കും മാറ്റി വെച്ച് കൊടുക്കുക. പക്ഷേ എല്ലാവരും കൂടിയിട്ട് തല്ലുകൂടിയിട്ട് എല്ലാവരും കൂടി ഒരു പാത്രത്തിൽ നിന്നൊക്കെ തിന്നാറുണ്ട് കണ്ട. അപ്പോൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും കൂടി നല്ല രസമാണ്. എല്ലാവരും കൂടി ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കി എല്ലാവരും കൂടി വന്ന്, ഇനിയിപ്പോൾ കോഴികളൊക്കെ എല്ലാവരും വന്ന്, ഇനിയിപ്പോൾ ഇടയ്ക്ക് കൊത്തുകൂടാറൊക്കെ ഉണ്ട് ഇവർ, താറാവുകളും കോഴികളൊക്കെ തമ്മിൽ. ഇപ്പോൾ താറാവിന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ താറാവുകളും എല്ലാവരും കൂടി വന്ന് നമ്മൾ വെച്ച് കൊടുത്തിട്ട് ഒഴിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവരെല്ലാവരും കൂടിയിട്ട് ഒന്നിന്നും നമ്മളവിടെ നിൽക്കുകയാണെങ്കിൽ അവരാരും ഒക്കെ ഒഴിഞ്ഞ് നിൽക്കുള്ളൂ താറാവുകളൊക്കെ. അത് കഴിഞ്ഞാൽ കോഴികൾ തൊട്ടപ്പുറത്ത് ഒരു പറമ്പുണ്ട്. ഈ വീടിൻ്റെ മതിലൊക്കെ എടുത്ത് ചാടി പോയി അപ്പുറത്ത് പോയിട്ട് പുല്ലൊക്കെ നടന്ന് കുത്തിപ്പറക്കി തിന്നും അവർക്ക്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് തോന്നുന്നു. ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ.